വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ആ രേഷ്മയുടെ വീട്ടിൽ നിന്നും ശാലിനിയോട് അത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയ വിഷ്ണു ആണെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോകുന്നില്ല. രാത്രിയായിട്ടും വിഷ്ണു ആണെങ്കിൽ കടപ്പുറത്ത് പോയി ഇങ്ങനെ കാറ്റ് കൊണ്ട് തനി ഇങ്ങനെ നിൽക്കുകയാണ്. വിഷ്ണു ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വരുന്നുണ്ട്. ആലോചിച്ചിട്ട് ആ ഒരു കാര്യം ശാലിനിയോട് പറയാനും പറ്റുന്നില്ല. പക്ഷേ ശാലിനി തന്നെ സംശയിച്ചതിലും വിഷ്ണു ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കടപ്പുറത്താണെങ്കിൽ. ഈ സമയത്താണ് അബൂബക്കറും കുറേ ഗുണ്ടകളൊക്കെ ആയിട്ട് വിഷ്ണുവിനെ തേടി അവിടെ ചെല്ലുന്നത്. വിഷ്ണു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കണം അവർ ചെന്നത്. ഡാന്നിങ്ങനെ ദൂരെ നിന്നുകൊണ്ട് അബൂബക്കർ വിളിക്കുകയാണ്. എന്നിട്ട് വാടാന്നും പറഞ്ഞ് ഗുണ്ടകളെയൊക്കെ വിളിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം തല്ലാനാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശം വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം വിഷ്ണു തൻ്റെ ആ ഭാവമൊക്കെ മാറുന്നുണ്ട്. അത്രയും നേരം വിഷമിച്ചു നിന്ന് വിഷ്ണു ആണെങ്കിൽ ഇവരുടെ ഇതിലേക്ക് ശ്രദ്ധ തിരിയുകയാണ്. അപ്പോൾ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കാൻ ഉറപ്പിച്ച് കടപ്പുറം മണ്ണ് പറ്റിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഇവർ വിഷ്ണുവിനെ തല്ലുന്നതായിട്ട് വരികയാണ്. തുടർന്ന് വിഷ്ണു എല്ലാവരെയും തല്ലുകയാണ്. ഈ അബൂബക്കറിനും കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനെയും തല്ലി മണലിലിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ വിഷ്ണു ഇങ്ങനെ വള കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരുന്നുണ്ട്. അതുപയോഗിച്ച് എല്ലാത്തിനെയും തല്ലുന്നുണ്ട്. ആ ഒരു സീനാണ് ഈ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ച് വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാണ്. പക്ഷേ വിഷ്ണു എല്ലാവരെയും തല്ലുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഇനി രാത്രി ആയതുകൊണ്ട് ഇത്രയും പേരുണ്ട്, വിഷ്ണു ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിഷ്ണുവിനെ ഇനി പിന്നിൽ നിന്നും ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതും അറിയില്ല. അവിടെയാണെങ്കിൽ ശാലിനി വിഷ്ണുവിനെ കാത്തിരിക്കുന്നുമുണ്ട്. വിഷ്ണു എത്താത്തതിൽ വിഷമിച്ചും ശാലിനി തന്നോട് പിണങ്ങി വിഷ്ണു എവിടെ പോയിരിക്കുകയാണ് എന്നൊക്കെയാണ് ശാലിനി വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നാണ് അറിയേണ്ടത്. അത് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.